ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ വിള്ളലിനെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് സർക്കാരിലെ 3 മന്ത്രിമാർ നടത്തിയ പരാമർശങ്ങളുമായിരുന്നു കഴിഞ്ഞയാഴ്ച മാലിയിലെ പ്രധാന ചർച്ചാ വിഷയം. മാലദ്വീപ് യാത്രകൾ റദ്ദാക്കാനുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ആഹ്വാനം അവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മാലിയുടെ പ്രധാന വരുമാനങ്ങളിലൊന്ന് ടൂറിസമാണ്. കഴിഞ്ഞ വർഷം മാലി സന്ദർശിച്ച വിനോദസഞ്ചാരികളിൽ ഏറ്റവും മുന്നിൽ ഇന്ത്യക്കാരാണ്. ഇത് മാലി സമ്പദ് വ്യവസ്ഥക്ക് നൽകിയ സംഭാവന വളരെ വലുതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോമാളിയെന്നും ഇസ്രായേലിന്റെ പാവയെന്നുമെല്ലാം വിശേഷിപ്പിച്ചാണ് മാലിയിലെ മന്ത്രിമാർ വിമർശിച്ചത്. ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി പങ്കുവച്ച ചിത്രങ്ങളാണ് അവരെ ചൊടിപ്പിച്ചത്. എന്നാൽ മന്ത്രിമാരുടെ പ്രസ്താവന വ്യക്തിപരമാണെന്നും സർക്കാരിന്റെ നിലപാടല്ലെന്നും മാലി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. എങ്കിലും ആശങ്കകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. 5.2 ലക്ഷമാണ് ചെറിയൊരു ദ്വീപായ മാലദ്വീപിന്റെ ജനസംഖ്യ. ഭക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക പുരോഗതി എന്നിവയ്ക്കെല്ലാം മാലി ഇന്ത്യക്കാരെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. അതേസമയം നയതന്ത്ര തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നുവെന്ന് മാലിയിലെ ജനങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു. സാധാരണക്കാർക്കിടയിൽ പോലും ഈ നിരാശ കാണാൻ കഴിയും. ഇന്ത്യയിൽ നിന്നുള്ള ബഹിഷ്കരണ ആഹ്വാനത്തിൽ ഞങ്ങൾ നിരാശരാണ്. എന്നാൽ അതിനേക്കാൾ നിരാശ ഞങ്ങളുടെ സർക്കാരിനെക്കുറിച്ച് ഓർത്താണ്. ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും തെറ്റ് സംഭവിച്ചു. മാലദ്വീപിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ മറിയം എം ഷെഫീഖ് പറഞ്ഞു. ബോളിവുഡ് സിനിമകളും നാടകങ്ങളുടെയും വലിയൊരു ആസ്വാദക സമൂഹമാണ് മാലിയിലുള്ളത്. നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വന്നതോടെ സാംസ്കാരിക മേഖലയിലും പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. ഇന്ത്യ ആദ്യം എന്ന നയവുമായി ചേർന്ന് നിൽക്കുന്ന മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ മറിയം ഭക്ഷണത്തിനും ചികിത്സക്കും ഇന്ത്യയാണ് ആശ്രയിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നു. നയതന്ത്ര ബന്ധത്തിലെ വിള്ളൽ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനൊപ്പം സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ശൃംഖലയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ തന്ത്രപ്രധാന സഖ്യകക്ഷിയാണ് മാലി. ഇന്ത്യയുടെ സൈനിക ഉദ്യോഗസ്ഥരും ഹെലികോപ്റ്ററുകളടക്കം മാലിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ നവംബറിൽ ചൈന അനുകൂലിയായ മുയിസു അധികാരത്തിൽ വന്നതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. മോദി വിരുദ്ധ പ്രസ്താവന നടത്തിയ മന്ത്രിമാർക്കെതിരെ കടുത്ത നടപടി തങ്ങളുടെ പ്രസിഡന്റ് സ്വീകരിക്കണമെന്നാണ് ഭൂരിഭാഗം വരുന്ന മാലദ്വീപ് ജനങ്ങളും ആവശ്യപ്പെടുന്നത്. തങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്നും അതിനാൽ ഇന്ത്യയുടെ പ്രതികരണം എപ്രകാരമായിരിക്കുമെന്നതും സംബന്ധിച്ച് പേടിയുണ്ടെന്നും അഭിഭാഷകനായ എയ്ക് അഹമ്മദ് പറഞ്ഞു. ഇന്ത്യയിലെ ബഹിഷ്കരണ ആഹ്വാനം തങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുമോ എന്നും അവർ ഭയപ്പെടുന്നു. മാലിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്കിംഗ് റദ്ദാക്കുകയാണെന്ന് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ഈസ് മൈ ട്രിപ്പും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മാർച്ച് 15 മുമ്പ് ഇന്ത്യൻ സർക്കാർ മാലദ്വീപിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിയുടെ അപകീർത്തികരമായ പരാമർശങ്ങളുടെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലാണ് പുതിയ ഈ നടപടി. 2023 നവംബറിൽ ഇന്ത്യയുമായുള്ള ബന്ധം വെട്ടിച്ചുരുക്കുന്നതിനും ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനും മാലദ്വീപിന്റെ പ്രസിഡന്റ് മുയിസു ശ്രമിച്ചിരുന്നു. മാലദ്വീപ് മുൻ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം വർഷങ്ങളായി മാലദ്വീപിൽ ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. സമുദ്ര സുരക്ഷയ്ക്കും ദുരന്ത നിവാരണ സഹായത്തിനുമായിരുന്നു ഇന്ത്യൻ സൈനിക സഹായം മാലദ്വീപ് തേടിയത്. മാലദ്വീപ് ജനങ്ങളുടെ ജനാധിപത്യപരമായ ആവശ്യത്തെ ഇന്ത്യ മാനിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നതായും മാലദ്വീപ് അറിയിച്ചു. അതേസമയം സൈന്യത്തെ പിൻവലിക്കാനുള്ള സമയപരിധി മാലദ്വീപ് സർക്കാർ നിർദ്ദേശിച്ചിരുന്നില്ല. 88 ഇന്ത്യൻ സൈനികരാണ് മാലദ്വീപിലുള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.